ഹായ്, ഐ ആം മുഹമ്മദ് ഷിബിൻ ഷാദ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന XB70 കുറിച്ചാണ്. വർഷം 1964 കൂടി അമേരിക്കൻ വ്യോമസേന ഒരു അത്ഭുത യന്ത്രത്തെ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അത് കണ്ടു കഴിഞ്ഞാൽ മറ്റൊരു ലോകത്ത് നിന്ന് ഏലിയൻസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഭൂമിയിലോട്ട് കൊണ്ടുവന്ന പോലെയായിരുന്നു. അതായിരുന്നു XB70 എന്ന് പേരിട്ട് വിളിച്ച നോർത്ത് അമേരിക്കൻ വാൽക്കരി. അമേരിക്ക അന്ന് ടെസ്റ്റ് ചെയ്ത ആ യുദ്ധവിമാനം ഇന്നും ലോകത്തിലെ ഏറ്റവും വേഗതയേറിയുള്ള യുദ്ധവിമാനങ്ങളിലൊന്നാണ്. ഒരു മാസീവായിട്ടുള്ള ഇൻ്റർകോണ്ടിനെൻ്റൽ ബോംബർ. ആ ബോംബറിനെ അന്ന് വരെ നിർമ്മിച്ചിട്ടുള്ള മറ്റൊരു ബോംബറുമായിട്ടോ എന്തിന് മറ്റൊരു യുദ്ധവിമാനമായിട്ടോ പോലും കമ്പയർ ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. അതിനെക്കുറിച്ച് അന്ന് അമേരിക്ക അവകാശപ്പെട്ടിരുന്നത് അത് അവരുടെ ആയുധപ്പുരയിലെ ഏറ്റവും പുതിയ വജ്രായുധമാകും എന്നൊക്കെയാണ്. പക്ഷേ പിന്നീട് അതൊരു ദുരന്തമായിട്ട് അവസാനിക്കുകയാണ് ചെയ്തത്. വർഷം 1950 ആയപ്പോഴേക്കും സോവിയറ്റ് യൂണിയൻ്റെയും അമേരിക്കയുടെയും ഇടയിലുള്ള പ്രശ്നങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലോട്ടെത്തിയിരുന്നു. ആ രണ്ട് വൻ ശക്തികൾക്കും സ്ട്രാറ്റജിക്കായിട്ടുള്ള ബോംബേഴ്സും ആ ബോംബറുകൾക്കാണെങ്കിൽ ലോകത്തിൻ്റെ പകുതിയോളം ദൂരം സഞ്ചരിച്ച് അതിൻ്റെ ടാർഗറ്റുകളെ കൃത്യമായിട്ട് നശിപ്പിക്കാനും സാധിക്കുമായിരുന്നു. ആ ഒരു സമയത്ത് അമേരിക്കൻ വ്യോമസേനയാണ് ബോംബറുകളുടെ കാര്യത്തിൽ സോവിയറ്റ് യൂണിയനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ മുന്നിട്ട് നിന്നിരുന്നേ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അമേരിക്ക അന്ന് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന B-52 ബോംബറിന് ലാർജ് പേലോഡ് വഹിച്ച് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ സാധിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ വൈകാതെ ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്ന് പ്രതീക്ഷിച്ചിരുന്ന B-58 ബോംബറുകൾക്കാണെങ്കിൽ സൂപ്പർസോണിക് വേഗതയിലും സഞ്ചരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ സോവിയറ്റ് യൂണിയനുമായിട്ട് ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് അമേരിക്കയെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് ആരെക്കാട്ടിലും നന്നായിട്ട് അവർക്ക് തന്നെ അറിയാമായിരുന്നു. കാരണം ഈ വിമാനങ്ങൾക്കൊന്നും സോവിയറ്റ് യൂണിയൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം തകർക്കാൻ സാധിക്കുമായിരുന്നില്ല. B-52 ബോംബറിന് സോവിയറ്റ് യൂണിയൻ വരെ ലാർജ് പേലോഡ് വഹിച്ച് സഞ്ചരിക്കാൻ സാധിക്കുമായിരുന്നെങ്കിലും അത് വളരെ മെല്ലെയാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയൻ്റെ ന്യൂജൻ ഇൻ്റർസെപ്റ്ററുമായിട്ട് ഇതിന് പിടിച്ചു നിൽക്കാൻ കൂടി സാധിക്കുമായിരുന്നില്ല. B-58 ബോംബറുകൾക്കാണെങ്കിൽ ഇൻ്റർസെപ്റ്ററുകളുടെ അതിവേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുമെങ്കിലും ലിമിറ്റഡ് ആയിട്ടുള്ള പേലോഡും റേഞ്ചും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് അമേരിക്കൻ വ്യോമസേനയ്ക്ക് വേണ്ടിയിരുന്നത് ഒരു ഇൻ്റർസെപ്റ്ററിൻ്റെ വേഗതയും ബോംബറിൻ്റെ പേലോഡും കൂടിയിട്ടുള്ള ഒരു പുതിയ വിമാനമായിരുന്നു. അല്ലെങ്കിൽ B-52ഉം B-58ഉം കമ്പൈൻ ചെയ്തിട്ടുള്ള പുതിയൊരു ബോംബർ. പക്ഷേ 1955 അങ്ങനെ ഒരു യുദ്ധവിമാനം ഉണ്ടാക്കുക എന്നുള്ളത് അന്നത്തെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് തികച്ചും ഇമ്പോസിബിളായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അവരുടെ കൺസെപ്റ്റിലുള്ള യുദ്ധവിമാനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അന്ന് വരെ വിമാനം ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ടെക്നോളജികൾക്ക് പുറമെ പുതുതായിട്ടുള്ള കുറേ ടെക്നോളജികൾ ആവശ്യമായിരുന്നു. ലൈക്ക് ന്യൂക്ലിയർ എനർജി ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന എൻജിൻ, അല്ല എന്നുണ്ടെങ്കിൽ ചിറകുകൾക്കടിയിലായിട്ട് 2 or 3 ബൂസ്റ്ററുകൾ ഘടിപ്പിച്ചിട്ട് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുക പോലുള്ളത്. പക്ഷെ അന്ന് ഏറ്റവും മോസ്റ്റ് പ്രാക്ടിക്കലാണ് എന്ന് അവകാശപ്പെട്ടിരുന്നത് ടാർഗറ്റ് വരെ സബ്സോണിക് സ്പീഡിൽ സഞ്ചരിക്കുകയും ടാർഗറ്റ് എത്തുമ്പോൾ എക്സസ് ആയിട്ടുള്ള ഫ്യൂവലും അതേപോലെ ചിറകിൻ്റെ കുറച്ച് ഭാഗങ്ങളും റിമൂവ് ചെയ്ത് സൂപ്പർസോണിക് സ്പീഡിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു വിമാനം ഡിസൈൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ 1950കളുടെ അവസാനത്തോടെ എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രികൾക്ക് വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചത്. പെട്ടെന്നുള്ള എയറോഡൈനാമിക്സ് മെറ്റലർജിയിലുള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾ അവരെ അതിനെ സഹായിച്ചു. അതിനെ തുടർന്ന് 1957 മുതൽ അമേരിക്കൻ വ്യോമസേന തികച്ചും ഇമ്പോസിബിളായിട്ടുള്ള ടാർഗറ്റുകൾ വെച്ച് ഒരു നെക്സ്റ്റ് ജനറേഷൻ യുദ്ധവിമാനം ഡിസൈൻ ചെയ്യാൻ തുടങ്ങി. അതിനന്ന് അവർ കൊടുത്ത ടാർഗറ്റ് അന്ന് ഉപയോഗിച്ചിരുന്ന B-52 ബോംബറിനേക്കാൾ 3 മടങ്ങ് അധിക വേഗതയിൽ 25,000 അടി ഉയരത്തിൽ B-52ൻ്റെ സെയിം പേലോഡ് വഹിച്ച് അതിനേക്കാൾ കുറച്ചുകൂടി റേഞ്ചിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു യുദ്ധവിമാനമായിരുന്നു. അതിനുവേണ്ടി അന്ന് അവർ ഇൻവൈറ്റ് ചെയ്യുന്നത് അമേരിക്കയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ 2 വലിയ വിമാന കമ്പനികളെയാണ്, ബോയിങ്ങിനെയും നോർത്ത് അമേരിക്കൻ ഏവിയേഷനെയും. ഡിസൈൻ പ്രൊസീജിയറുകൾക്ക് ശേഷം കാണാൻ ഒരേപോലെ ഇരിക്കുന്ന 2 പ്രോട്ടോടൈപ്പ് ഡിസൈനുകളാണ് 2 കമ്പനികളും സബ്മിറ്റ് ചെയ്യുന്നത്. 2 ഡിസൈനിലും പ്രധാന ഫീച്ചേഴ്സ് ആയിട്ടുണ്ടായിരുന്നത് സൂപ്പർസോണിക് സ്പീഡിൽ
ക്രൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ലെൻഡർ ഡെൽറ്റാവിംഗ് ഡിസൈനും അതുപോലെ തന്നെ കാനോഡ്സ് ആയിരുന്നു. ഡിസൈനൊക്കെ ഒരുപോലെയാണ് എന്നുണ്ടെങ്കിലും എല്ലാവരും വിശ്വസിച്ചിരുന്നത് ബോയിങ് തന്നെ ഈ കോമ്പറ്റീഷനിൽ വിജയിക്കുമെന്നാണ്. കാരണം അവർ നിർമ്മിച്ചിട്ടുള്ള B-52 ബോംബറും അതേപോലെ രണ്ടാം ലോക മഹായുദ്ധത്തിനു വേണ്ടി നിർമ്മിച്ചെടുത്തിട്ടുള്ള ബോംബർ സീരീസുകളും അവരെ ഇതിൽ സഹായിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. ബോയിങ്ങിനെ സംബന്ധിച്ച് തോൽക്കാൻ വേണ്ടി മാത്രം കളിക്കാൻ ഇറങ്ങുന്ന എതിർ ടീമിനെ പോലെ ആയിരുന്നു നോർത്ത് അമേരിക്കൻ ഏവിയേഷൻ. പക്ഷേ പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ ഇതെല്ലാം മാറി വരികയാണ്. നോർത്ത് അമേരിക്കൻ ഏവിയേഷൻ്റെ എഞ്ചിനീയേഴ്സ് ഒരു റിസർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്യുക. അതിലവർ ഡിസ്കസ് ചെയ്തിരുന്നത് കംപ്രഷൻ ലിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഫിനോമിനയെ കുറിച്ചാണ്. ഒരു വിമാനം സൂപ്പർസോണിക് സ്പീഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷോക്ക് വേവുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഷോക്ക് വേവുകളെ കൊണ്ട് ഉപയോഗങ്ങളൊന്നും ഉണ്ടായതില്ലെങ്കിൽ ഉപദ്രവങ്ങൾ കൂടുതലായിരുന്നു. പക്ഷേ ഈ ഷോക്ക് വേവുകളെ വിങ്സിൻ്റെ താഴോട്ട് ഡയറക്റ്റ് ചെയ്ത് വിടുകയാണെങ്കിൽ വിമാനത്തിൻ്റെ ചിറകുകൾക്ക് കൂടുതൽ ലിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഫിനോമിനയാണ് കംപ്രഷൻ ലിഫ്റ്റ് എന്ന് വിളിച്ചിരുന്നത്. ഈ ഒരു ഇൻവെൻഷനോടുകൂടി നോർത്ത് അമേരിക്കൻ ഏവിയേഷൻ്റെ പ്രോട്ടോടൈപ്പ് വിമാനങ്ങൾക്ക് കൂടുതൽ എഫിഷ്യൻ്റായിട്ടും ഹൈ സൂപ്പർസോണിക് സ്പീഡിലും സഞ്ചരിക്കാൻ സാധിച്ചു. ഇതവർക്ക് ഫ്രീ ആയിട്ട് എൻട്രി ടിക്കറ്റ് നൽകുന്നതിന് സമാനമായിരുന്നു. ഇതോടുകൂടി അമേരിക്കൻ എയർഫോഴ്സ് ബോയിങ്ങിനെയും മറ്റുള്ളവരെയും ഞെട്ടിച്ചുകൊണ്ട് നോർത്ത് അമേരിക്കൻ ഏവിയേഷന് ഫർദർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവർ ആ പുതിയ ബോംബറിന് വാൾക്കറി എന്നുള്ള പേര് നൽകി, B-70 എന്നുള്ള പൊസിഷനും നൽകി. അവിടെ മുതൽ എഞ്ചിനീയേഴ്സ് 250ഓളം ടൺ ഭാരം വരുന്ന അന്ന് വരെ ലോകത്തുള്ള ഏതൊരു വിമാനത്തെയും കവച്ചു വെക്കാൻ കഴിയുന്നൊരു വിമാനത്തെ സൃഷ്ടിക്കാൻ വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടാൻ തുടങ്ങുകയാണ്. ഇതിനെ ഉയർത്താൻ വേണ്ടി അവരൊരു ചെറിയ ഇൻടേക്കിലൂടെ എയർ എടുത്ത് 6 ആഫ്റ്റർ ബർണറുകളോട് കൂടിയുള്ള ജെറ്റ് എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത്. അതിലുള്ള ആ 6 എഞ്ചിനുകളും ഒപ്റ്റിമൈസ് ചെയ്ത് വെച്ചിരുന്നത് അല്ലെങ്കിൽ ട്യൂൺ ചെയ്ത് വെച്ചിരുന്നത് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് ഹൈ സൂപ്പർസോണിക് സ്പീഡിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എത്രത്തോളമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡിസൈനിലുണ്ടായിരുന്ന ആ വിമാനത്തിന് 6 എഞ്ചിനുകളിൽ ഒരു എഞ്ചിൻ ഫെയിലായാലും Mark 3 സൂപ്പർ സ്പീഡിൽ അതിന് ക്രൂസ് ചെയ്തുകൊണ്ടേയിരിക്കാൻ സാധിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ അന്ന് വരെയുള്ള വിമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് Mark 3 കണ്ടിന്യൂസ് ആയിട്ട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മികച്ച എയറോഡൈനാമിക്സ് തന്നെയാണ് XB-70 അവർ ഉപയോഗിക്കുന്നത്. വിമാനത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയപ്പോൾ തന്നെ പേപ്പറിൽ വരച്ചു വെച്ച പോലെ അത്ര എളുപ്പത്തിൽ നിർമ്മിക്കാൻ പറ്റുകയില്ല എന്നുള്ളത് എഞ്ചിനീയേഴ്സിന് മനസ്സിലാവുന്നുണ്ട്. സൗണ്ടിനേക്കാൾ 3 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ കൺവേർഷനിലായിട്ട് എയർക്രാഫ്റ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലുമിനിയം മെറ്റൽ അവിടെ ഉണ്ടാകുന്ന ചൂട് കാരണം സോഫ്റ്റ് ആവുകയും അതിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ആവാൻ തുടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ സാധാരണ ഉപയോഗിക്കുന്ന അലുമിനിയം ഫ്രെയിമുകൾക്ക് പകരം മറ്റെന്തെങ്കിലും ഉപയോഗിക്കാമായിരുന്നു. അതിനെ അവർ മറികടക്കുന്നത് എയർക്രാഫ്റ്റിൻ്റെ ഫ്രെയിമുകൾക്കടിയിലൂടെ ഫ്യൂവൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ്. 1964 മെയ് മാസത്തിൽ XB-70 ആദ്യത്തെ പ്രോട്ടോടൈപ്പ് റിവ്യൂ ചെയ്യുകയാണ്. മാസങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ ആദ്യത്തെ ടെസ്റ്റ് ഫ്ലൈറ്റ് ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. സമയം ലാഭിക്കുന്നതിന് വേണ്ടി ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രോട്ടോടൈപ്പ് അവർ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ പ്ലാനുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗ്രൗണ്ട് ടെസ്റ്റിന് മുമ്പായി ഒന്നിന് പിറകെ ഒന്നായി പുതിയ ടെക്നിക്കൽ പ്രശ്നങ്ങൾ ഡെവലപ്മെൻറ്റ് ടീമിന് നേരിടേണ്ടി വരികയാണ്. പതിവിന് വിപരീതമായി മാസങ്ങളോളമാണ് ആദ്യത്തെ ടെസ്റ്റ് ഫ്ലൈറ്റ് ഡിലേ ആകുന്നത്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവസാനം സെപ്റ്റംബർ 21 വാൾക്കറിയുടെ ആദ്യത്തെ പരീക്ഷണ പറക്കൽ നടത്തുകയാണ്. പക്ഷേ ആ പരീക്ഷണ പറക്കൽ മിനിറ്റുകൾ മാത്രമേ നീണ്ടു നിന്നുള്ളൂ. വിമാനം ടേക്ക് ഓഫ് ചെയ്ത ഉടനെ തന്നെ ഹൈഡ്രോളിക് ലാൻഡിംഗ് ഗിയറുകളിലൊന്ന് തകരാറിലാവുകയാണ്. അതോടൊപ്പം ഒരു എഞ്ചിൻ്റെ പ്രവർത്തനം നിശ്ചലമാവുകയും ചെയ്യുന്നു. ആദ്യത്തെ പരീക്ഷണ പറക്കലിന് ശേഷം വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ ബ്രേക്ക് ജാമാവുകയും ടയർ പൊട്ടിത്തെറിച്ച് വിമാനത്തിന് തീ പിടിക്കുന്നുമുണ്ട്.
ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ പുതുതായി 2-3 പ്രശ്നങ്ങൾ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും. ഒക്ടോബർ 12-നാണ് പിന്നീട് XB70 ആദ്യമായിട്ട് സൗണ്ട് ബാരിയർ കടക്കുന്നത്. ജസ്റ്റ് മാർക്ക് 1 കടമ്പ കടന്നതോടുകൂടി തന്നെ വാൾക്കറിൻ്റെ പെയിൻറ്റിങ്ങുകൾ ഇളകിപ്പോരാൻ തുടങ്ങുകയാണ്. പിന്നീട് ലാൻഡിങ്ങിന് ശേഷം പെയിൻറ്റ് വർക്കിംഗ് പോലെയുള്ള മെയിൻ്റനൻസ് വർക്കുകൾക്ക് ശേഷം ഘട്ടം ഘട്ടമായി വിമാനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നുണ്ട്. പക്ഷേ പുതിയ ഓരോ ടെസ്റ്റ് ഫ്ലൈറ്റുകൾ കഴിയുന്തോറും കൂടുതൽ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയാണ്. ബോംബറിൻ്റെ 12ാമത്തെ ടെസ്റ്റ് ഫ്ലൈറ്റിൽ മാർക്ക് 2.6 എത്തുന്നതോടുകൂടി വിമാനത്തിൻ്റെ ഹൊറിസോണ്ടൽ സ്പ്ലിറ്റർ തകരുകയും അത് എഞ്ചിൻ്റെ ഉള്ളിൽ കുടുങ്ങി 4 എഞ്ചിനും ലോക്കൗട്ട് ആകുന്നുണ്ട്. അന്ന് ഭാഗ്യം കൊണ്ട് മാത്രമാണ് അപകടമൊന്നും കൂടാതെ പൈലറ്റിന് വിമാനം ലാൻഡ് ചെയ്യാൻ സാധിച്ചത്. പക്ഷേ ആ അപകടം കാരണം എല്ലാ എഞ്ചിനും റീപ്ലേസ് ചെയ്യേണ്ടി വരികയാണ്. അവസാനം 1 വർഷത്തിലേറെ നീണ്ട ടെസ്റ്റ് പരീക്ഷണ പറക്കലുകൾക്ക് ശേഷം ഒക്ടോബർ 14-ന് XB70 ആദ്യമായിട്ട് മാർക്ക് 3 കടക്കുന്നുണ്ട്. പക്ഷേ മാർക്ക് 3 കടന്ന് മിനിറ്റുകൾക്കുള്ളിൽ വിങ്ങിൻ്റെ ഒരു ഭാഗം തകർന്ന് എഞ്ചിൻ്റെ ഉള്ളിൽ കുടുങ്ങി വീണ്ടും ഒരു എമർജൻസി ലാൻഡിംഗ് നടത്തേണ്ടി വരുന്നുണ്ട്. അതോടുകൂടി ആദ്യത്തെ പ്രോട്ടോടൈപ്പ് വിമാനത്തിൻ്റെ വേഗത മാർക്ക് 2.5 ആയിട്ട് നിജപ്പെടുത്തുകയാണ്. ഇങ്ങനത്തെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള വിമാനം നിർമ്മിച്ചെടുക്കുമ്പോൾ തിരിച്ചടികൾ ഉണ്ടാകുന്നത് സ്വാഭാവികം തന്നെയാണ്. പക്ഷേ തലക്കുമീതെ തൂങ്ങിയാടുന്ന കത്തി പോലെ ആദ്യം മുതൽ തന്നെ ഈ ബോംബറിന് സോവിയറ്റ് യൂണിയൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ മറികടക്കാൻ സാധിക്കുമോ എന്നുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നു. കാരണം 1950-കളുടെ പകുതിയോടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സർഫസ് ടു എയർ മിസൈലുകൾ വർഷങ്ങൾക്കുള്ളിൽ തന്നെ എയർ സ്പേസ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡായി മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 1960-കളുടെ തുടക്കത്തോടെ വാൾക്കറിയേക്കാൾ ദൂരപരിധി താണ്ടാൻ കഴിയുന്ന 1000-ലധികം സർഫസ് ടു എയർ മിസൈലുകളാണ് അന്ന് സോവിയറ്റ് യൂണിയൻ്റെ കയ്യിലുണ്ടായിരുന്നത്. 1950-കളോടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ന്യൂക്ലിയർ വാർഹെഡുകളും വഹിച്ച് വളരെ വേഗത്തിലും എഫിഷ്യൻ്റായിട്ടും എക്കണോമിക്കലായിട്ടും വളരെ കൃത്യതയോടെ ടാർഗറ്റുകളിലേക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കുമായിരുന്നു. വർഷങ്ങളായി മാത്രം തിരിച്ചുവെച്ച് തുടങ്ങിയിട്ടുള്ള മിസൈൽ ടെക്നോളജി അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് പ്രൊജക്റ്റിനെയാണ് ദുരന്തം വെക്കുന്നത്. മിസൈലിൻ്റെ വരവോടുകൂടി ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ മറികടക്കാൻ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി XB70 ഒരു മിസൈൽ ലോഞ്ചറായിട്ടും ബഹിരാകാശത്തേക്ക് പേടകങ്ങൾ അയക്കാനുള്ള ഏരിയൽ ലോഞ്ചറായിട്ടും എന്തിനേറെ ഒരു സൂപ്പർസോണിക് ഏരിയൽ റീഫ്യൂവലറായിട്ടും വരെ ഇത് ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം മാർക്ക് 3-യിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ട്രാൻസ്പോർട്ട് വിമാനമായിട്ട് വരെ പിന്നീട് പ്രൊപ്പോസലുകൾ വരുന്നുണ്ട്. പിന്നീട് ഈ ആശയങ്ങളൊന്നും പോസിബിൾ അല്ല എന്നും ഇത് തികച്ചും ഐഡിയലായിട്ടുള്ള ആശയങ്ങളാണെന്നുള്ളതും തെളിയിക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ XB70 പ്രോഗ്രാമിനുള്ള ഫണ്ടിങ് വെട്ടിക്കുറയ്ക്കുകയും വെറും 2 വിമാനങ്ങൾ നിർമ്മിക്കാൻ മാത്രമുള്ള പെർമിഷനാണ് പിന്നീട് അവർക്ക് നൽകുന്നത്. ഇതിനു മുമ്പ് തന്നെ കോടിക്കണക്കിന് രൂപ ഇതിനുവേണ്ടി ചെലവഴിച്ചതിനാൽ ഈ പ്രോഗ്രാം നിൽക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. 1966 മുതൽ വ്യോമസേനയോടൊപ്പം നാസയും ടെസ്റ്റ് ഫ്ലൈറ്റുകൾക്ക് പങ്കെടുക്കാൻ തുടങ്ങി. അവർക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങൾ ഈ ടെസ്റ്റ് ഫ്ലൈറ്റ് സമയത്ത് നടത്തിക്കൊണ്ടിരുന്നു. 1966 കൂടുതൽ കരുത്തുള്ള 2ാമത്തെ പ്രോട്ടോടൈപ്പ് വിമാനം മാർക്ക് 3 വേഗതയിൽ അരമണിക്കൂറിലേറെ നേരം സക്സസ്ഫുള്ളി ക്രൂസ് ചെയ്യുന്നുണ്ട്. 10 പതിറ്റാണ്ടോളം നീണ്ട ഡെവലപ്മെൻറ്റിന് ശേഷം 1966 മെയ് 19-ന് ശബ്ദത്തേക്കാൾ 3 ഇരട്ടി വേഗത്തിൽ സഞ്ചരിച്ച് വെറും ആഴ്ചകൾക്കുള്ളിൽ ജൂൺ 8-ന് XB70 വെറും അഗ്നികൂമ്പാരമായി മാറുന്നു. ജൂൺ 8-ന് 4 വിമാനങ്ങളോടൊപ്പം പരീക്ഷണ പറക്കൽ നടത്തിക്കൊണ്ടിരിക്കെ ഒരു വിമാനം XB70-യുമായിട്ട് കൂട്ടിയിടിക്കുകയും മിഷനുകൾക്കുള്ളിൽ 2 പൈലറ്റുമാരും ബില്യൺ കണക്കിന് ഡോളർ ചെലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ള ബോംബറും വെറും അഗ്നികൂമ്പാരങ്ങളായിട്ട് മാറുന്നുണ്ട്. അതോടുകൂടി അമേരിക്കൻ വ്യോമസേനയും നാസയും അവരുടെ ആദ്യത്തെ പ്രോട്ടോടൈപ്പിൽ പിന്നീടുള്ള പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊരിക്കലും പിന്നീട് അമേരിക്കൻ സേനയുടെ ഭാഗമായിട്ടില്ലെങ്കിലും ഇതിന്നും ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്.